കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അത് കേവലം പ്രാദേശിക ഭരണകൂടങ്ങളുടെ മാറ്റമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ പ്രവചനമായാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കാണുന്നത്. രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം നടത്തുന്ന അവകാശവാദങ്ങൾക്കും വാക്പോരുകൾക്കും വാദപ്രതിവാദങ്ങൾക്കും എല്ലാം അപ്പുറം കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ തിരഞ്ഞെടുപ്പ് ഡാറ്റകൾ പരിശോധിച്ചാൽ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം ഇപ്പോൾ തന്നെ വ്യക്തവുമാണ്. 1995 മുതൽ കേരളത്തിൽ നടന്ന 6 തെരഞ്ഞെടുപ്പ് ചക്രങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും അതിനെ പിന്തുടർന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളും തമ്മിൽ വേർപിരിക്കാനാവാത്ത ബന്ധമുണ്ടെന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ 30 വർഷമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം തന്നെയാണ് നിയമസഭയിൽ ഭൂരിപക്ഷം നേടുന്നതും കേരളം ഭരിക്കുന്നതും എന്നതും ചരിത്രപരമായ വസ്തുതയായി നിലനിൽക്കുന്നതാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി മറിയുന്ന കേരളത്തിൽ ജനവികാരത്തിന്റെ ആദ്യ പ്രതിഫലനം സംഭവിക്കുന്നത് തദ്ദേശ ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഇത് കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രം ആര് ഭരിക്കണം എന്നതിലേക്കുള്ള വോട്ടർമാരുടെ ആദ്യ സൂചന കൂടിയാണ്. 1995 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകദേശം 650 സ്ഥാപനങ്ങളിൽ വിജയിച്ചപ്പോൾ UDF അന്ന് 450 ഒതുങ്ങിപ്പോയി. വോട്ടർമാരുടെ ഈ മാറ്റം കൃത്യമായി 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അന്ന് 140 സീറ്റുകളിൽ 80 എണ്ണം നേടി LDF അധികാരത്തിലെത്തി. പ്രാദേശിക തലത്തിലെ വോട്ടർമാരുടെ മനസ്സ് സംസ്ഥാന തലത്തിലേക്കും, അതായത് സംസ്ഥാന തലങ്ങളിലേക്കും കൃത്യമായി പകർന്നു നൽകപ്പെട്ടു എന്നതിനുള്ള ഇതിനും വലിയ ഉദാഹരണം വേറൊന്നില്ല. ഈ പ്രവണത പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുന്നതായാണ് കേരളം കണ്ടിട്ടുള്ളത്. 2000 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 620 സ്ഥാപനങ്ങൾ നേടി UDF മേൽക്കൈ നേടിയപ്പോൾ 2001 99 സീറ്റുകളുമായി അവർ സംസ്ഥാന ഭരണം പിടിക്കുകയും ഭരിക്കുകയും ചെയ്തു. വോട്ടർമാർ തദ്ദേശ തലത്തിൽ തന്നെ ഭരണമാറ്റത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നതിനുള്ള തെളിവായിരുന്നു ഇത് എന്നുകൂടി മനസ്സിലാക്കണം. 2005 LDF 720 തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചതിൻ്റെ തുടർച്ചയായി 2006 98 നിയമസഭാ സീറ്റുകൾ നേടി അധികാരം തിരിച്ചുപിടിക്കുകയും ചെയ്തു. 2010 UDF 590 സ്ഥാപനങ്ങളിൽ വിജയിച്ചപ്പോൾ 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2015 2020 തദ്ദേശ തലത്തിൽ ആധിപത്യം പുലർത്തിയ LDF തന്നെയാണ് 2016 2021 നിയമസഭയിൽ വിജയിച്ചിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ വോട്ടർമാർക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഇല്ല എന്ന് തന്നെയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഡാറ്റ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തെയും വോട്ടിംഗ് രീതികൾ ശ്രദ്ധിച്ചാൽ തൃശ്ശൂർ ജില്ല കേരളത്തിലെ ഒരു വിശ്വസനീയമായ ബെൽബദർ ജില്ലയായി നിലകൊള്ളുകയെന്നായി കാണാൻ പറ്റും. ഇവിടെ ബെൽബദർ ജില്ലയായി ആകെ നിലകൊള്ളുന്നത് തൃശ്ശൂർ ജില്ലയാണെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം തൃശ്ശൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ ഘടന കേരളത്തിൻ്റെ പൊതുമനസ്സിനെ പ്രതിനിധീകരിക്കുന്നുമുണ്ട്. തൃശ്ശൂരിലെ തദ്ദേശ സ്ഥാപനങ്ങൾ LDFിലേക്ക് ചാഞ്ഞ 1995, 2005 അതുപോലെ 2015 വർഷങ്ങളിൽ സംസ്ഥാനത്ത് ഇടത് ഭരണം UDFനൊപ്പം നിന്ന 2000 അതുപോലെ 2010 വർഷങ്ങളിൽ UDF ഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 3 തവണ 1995, 2005, 2015 വർഷങ്ങളിൽ സംസ്ഥാനത്ത് ഇടത് ഭരണവും UDFനൊപ്പം നിന്ന 2000, 2010 വർഷങ്ങളിൽ UDF ഭരണവുമാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയും മധ്യവർഗ വോട്ടർമാരുടെ സ്വാധീനവുമാണ് ഈ കൃത്യതയ്ക്ക് കാരണമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ വോട്ട് ബാങ്കുകളിലും തെക്കൻ കേരളത്തിലെ സാമുദായിക വോട്ട് ബാങ്കുകളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ തൃശ്ശൂരിൽ ദൃശ്യവുമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകളായി കരുതപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് അടക്കം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ ആർക്കൊപ്പം നിൽക്കുന്നു എന്നത് വരാനിരിക്കുന്ന നിയമസഭാ ഫലത്തിൻ്റെ ഏറ്റവും വിശ്വസനീയമായ സൂചനകളായി മാറുകയും ചെയ്യും. ഈ ഡാറ്റ അനാലിസിസ് ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കി പറയുമ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും 2026 നിയമസഭാ സാധ്യതകളെയും വിലയിരുത്തിയാൽ ചില പ്രവചനങ്ങൾ സാധ്യവുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളുടെ ഡാറ്റയും ചേർത്ത് പരിശോധിച്ചാൽ 2026 ഒരു ഭരണമാറ്റത്തിന് 60 മുതൽ 70% വരെ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ UDF വ്യക്തമായ മേൽക്കൈ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 75 മുതൽ 90 വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളം UDFിലേക്ക് ചായുന്നു എന്ന് കൂടി പറയേണ്ടി വരും. ഇതിന് പ്രധാന കാരണമായി പറയേണ്ടത് ഭരണവിരുദ്ധ വികാരം എന്നതിലുപരി വോട്ടർമാർക്കിടയിൽ പ്രകടമാകുന്ന ഒരുതരം മടുപ്പോ മുഷിപ്പോ തന്നെയാണ്. തുടർച്ചയായി 10 വർഷത്തെ LDF ഭരണം സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ അനുകൂല തരംഗത്തിന് കളമൊരുങ്ങുന്നുമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നതും ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ UDFന് വലിയൊരു മുന്നേറ്റം സാധ്യമാകും എന്ന് തന്നെയാണ്.
അത്യന്തം സാധാരണമായ സാഹചര്യമാണ് ഉള്ളത്. അതായത് അസാധാരണമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നതെങ്കിലും LDF ഭരണം നിലനിർത്താനുള്ള സാധ്യത 25 മുതൽ 35% വരെ മാത്രമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. UDFനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ NDAയുടെ അപ്രതീക്ഷിത വോട്ട് ചോർച്ചയോ ഉണ്ടായാൽ മാത്രമേ ഈ സാധ്യതകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ. രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രോബബിലിറ്റി അനാലിസിസ് വിധേയമാക്കുമ്പോൾ 2026 വലിയൊരു തരംഗമില്ലാത്ത എന്നാൽ വ്യക്തമായ ഭരണമാറ്റത്തിന് 55 മുതൽ 60% വരെ സാധ്യതകളുമുണ്ട്. ഇത് 2011 തെരഞ്ഞെടുപ്പിനെ അനുസ്മരിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ UDF 75 മുതൽ 85 സീറ്റുകളും LDF 55 മുതൽ 85 സീറ്റുകളിലും ഒതുങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ UDF ശക്തമായ ഐക്യവും വ്യക്തമായ നേതൃത്വവും ഉണ്ടായാൽ അത് കാഴ്ചവെച്ചാൽ 2001 അല്ലെങ്കിൽ 2016 പോലുള്ള ഒരു പൂർണ്ണ തരംഗ വിജയം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനുള്ള സാധ്യതകൾ 20 മുതൽ 25% വരെയാണ്. അങ്ങനെയെങ്കിൽ UDF 90 മുകളിൽ സീറ്റ് നേടുകയും LDF 50 താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്യും. ഇത് കേരള രാഷ്ട്രീയത്തിൽ UDFന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. LDFനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 3ാം തവണയും അധികാരം നിലനിർത്തുക എന്നത് ചരിത്രപരമായ വലിയൊരു വെല്ലുവിളി കൂടിയാണ്. അതിനുള്ള സാധ്യത നിലവിൽ 15 മുതൽ 20% വരെ മാത്രമാണ് ഉണ്ടാവുന്നത്. NDAയുടെ സാധ്യതയും ഇവിടെ നിർണായകം തന്നെയാണ്. NDA പിടിക്കുന്ന വോട്ടുകൾ UDFന്റെ വോട്ട് അടിത്തറയിൽ നിന്നാണെങ്കിൽ അത് LDFന് ഗുണകരമാവുകയും ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ NDA വോട്ട് വർദ്ധിപ്പിക്കുന്നത് UDFനെയാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. വോട്ടിംഗ് ശതമാനത്തിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ പോലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ട് വിഹിതവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളും തമ്മിലുള്ള ബന്ധം ലളിതമായി ഇപ്രകാരം വിശദീകരിക്കാൻ കഴിയും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം നേടുന്ന മുന്നണിക്ക് സാധാരണയായി 1% മുതൽ 3% വരെ വോട്ട് വീതം നിയമസഭയിൽ അധികമായി ലഭിക്കാറുണ്ട്. ഇത് ഏകദേശം 10 മുതൽ 20 വരെ നിയമസഭാ സീറ്റുകളുടെ വ്യത്യാസം സൃഷ്ടിക്കുകയും ചെയ്യും. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും മധ്യവർഗ വോട്ടർമാരുടെ നിലപാടുകളും ഈ പ്രവചനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യും. കേരള രാഷ്ട്രീയത്തിലെ ദ്വിമുഖ മത്സരത്തെ ത്രികോണ മത്സരമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് NDA മുന്നോട്ട് പോകുന്നതും. ഡാറ്റ പ്രകാരം NDAയുടെ വിജയം സീറ്റുകളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവർ ആരുടെ വോട്ടുകൾ ചോർത്തുന്നു എന്നതിൽ തന്നെയാണ്. പല നിയോജക മണ്ഡലങ്ങളിലും NDA 20% കൂടുതൽ വോട്ടുകൾ നേടുന്നത് UDFനും LDFനും ഒരുപോലെ വെല്ലുവിളിയാകാറുമുണ്ട്. NDA പിടിക്കുന്ന ഓരോ വോട്ടും കേരളത്തിലെ പരമ്പരാഗത വോട്ടിംഗ് രീതികളെ തകിടം മറിക്കാൻ പോകുന്നത് തന്നെയാണ്. ഈ ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നഗര ഗ്രാമ വോട്ടുകളുടെ വ്യത്യാസം തന്നെയാണ്. LDFന് ഗ്രാമപ്രദേശങ്ങളിൽ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലും സമീപകാലത്തായി നഗരസഭകളും കോർപ്പറേഷനുകളും UDF തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴിതാ വലിയ തരത്തിൽ UDF വലിയ നേട്ടമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അവിടെ പലയിടങ്ങളിലും LDF തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പല പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അടക്കം UDF പിടിക്കുന്ന സാഹചര്യം വരെ ഇപ്പോഴിതാ നിലനിൽക്കുന്നുണ്ട്. യുവ വോട്ടർമാരുടെ രാഷ്ട്രീയ താല്പര്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായ കാര്യം. നാം കണ്ടതുപോലെ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള വിജയമാണ് UDF നേടിയിട്ടുള്ളത്, കോൺഗ്രസ് നേടിയെടുത്തിട്ടുള്ളത്, മുസ്ലിം ലീഗ് അടക്കമുള്ളവരെല്ലാം നേടിയിട്ടുള്ളത്. കാരണം അത്രത്തോളം വലിയ വിജയം ഇത്തവണ UDFന് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം യുവ വോട്ടർമാർക്കിടയിലെ രാഷ്ട്രീയ താല്പര്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിൽ പാർട്ടിയോടുള്ള കൂറ് പരമ്പരാഗതമായിരുന്നുവെങ്കിൽ ഇന്നത് വികസനത്തോടും ഭരണമികവിനോടും ബന്ധപ്പെടുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങൾ, അതുപോലെ തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചർച്ച ചെയ്യുകയും ചെയ്യും. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFന് തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ശബരിമല വിഷയം കൂടി വന്നതുകൂടി, പ്രത്യേകിച്ച് പോറ്റിയെ കയറ്റിയ പാട്ടിലുണ്ടാകുന്ന ഈ വിഷയങ്ങളെല്ലാം അത് വലിയ തരത്തിൽ CPMന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തലവേദന ഉണ്ടാക്കാൻ ഇതെല്ലാം കാരണമാകുകയും ചെയ്യും. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പോലീസിലെ അതിക്രമങ്ങളെല്ലാം വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിലും വെറുപ്പുളവാക്കുന്നുണ്ട്, ജനങ്ങൾക്കിടയിലും മടുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇവിടെ CPM ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ആഭ്യന്തര വകുപ്പ് കുത്തൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ വലിയ തരത്തിൽ ആശുപത്രി, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, ആരോഗ്യ മേഖലയിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഓരോ മേഖല എടുക്കുമ്പോഴും വലിയ തരത്തിൽ LDF സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന കാര്യകാരണങ്ങൾ ഒട്ടനവധി ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ LDFന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളികളും തലവേദനകളും നിറഞ്ഞതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മുന്നണികളെ ആരാണോ ആകർഷിക്കുന്നത് അവർക്ക് നിയമസഭയിൽ വലിയൊരു മേൽക്കൈ ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ
ഇവിടെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മേൽക്കൈ ഉണ്ടാക്കിയിരിക്കുന്നത്, ഏറ്റവും അധികം സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് UDF തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കുമെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി UDF തൂക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ തരത്തിൽ UDF തിരിച്ചു വരവിനിറങ്ങുന്നു, സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ UDF നേതൃത്വത്തിൽ കൃത്യമായി 2026 കേരളം ഭരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വോട്ട് നില എപ്പോഴും പ്രത്യേക ദിശയിലേക്ക് നീങ്ങുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ രാഷ്ട്രീയമായ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുമുണ്ട്. ഈ ജില്ലകളിലെ തദ്ദേശ ഫലങ്ങൾ ഭരണമാറ്റത്തിന് കൃത്യമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. വോട്ടർമാരെ തദ്ദേശ തലത്തിൽ കാണിക്കുന്ന അതിർത്തി നിയമസഭയിലും വലിയ തരംഗമായി മാറുകയും ചെയ്യും. 15ാം കേരള നിയമസഭയുടെ കാലയളവിൽ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ LDF ഉയർത്തിക്കാട്ടുമ്പോൾ സർക്കാരിന്റെ വീഴ്ചകളും സാമ്പത്തിക കെടുകാര്യസ്ഥതയും UDF ആയുധമാക്കുകയും ചെയ്യും. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം വർദ്ധിക്കുന്നതായി പല സർവേകളും സൂചിപ്പിക്കുന്നുമുണ്ട്. പിൻവാതിൽ നിയമനങ്ങൾ, ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങൾ, ആശാവർക്കർമാരുടെ സമരങ്ങൾ, ഇതെല്ലാം വലിയ തരത്തിൽ CPM തിരിച്ചടി ആയിട്ടുണ്ട്. ഇനിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആവുകയും ചെയ്യും. എന്നിവയെല്ലാം തന്നെ വോട്ടർമാരുടെ മനസ്സിൽ കൃത്യമായി അവർ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. അതേസമയം UDF ഐക്യവും നേതൃപരമായ കരുത്തും വോട്ടർമാർക്കിടയിൽ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതും അനിവാര്യമായ കാര്യമാണ്. അതൊരു പരിധിവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, കുറേ കൂടി വിശ്വാസമായി അവർ മുന്നോട്ട് വരിക തന്നെ വേണം. അങ്ങനെയെങ്കിലേ ഈ പറഞ്ഞ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDF നേടാൻ സാധിക്കുകയുള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളും KPC നേതൃത്വത്തിൻ്റെ തന്ത്രങ്ങളും നിയമസഭാ ഫലങ്ങളിൽ നിർണായകമാവുകയും ചെയ്യും. ഡാറ്റ നൽകുന്ന സൂചനകൾ പ്രകാരം രാഷ്ട്രീയ പട്ടികകൾ ജനങ്ങളിലേക്ക് എത്രത്തോളം, അതായത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലുന്നു എന്നത് ആശ്രയിച്ച് തന്നെയായിരിക്കും യഥാർത്ഥ വിജയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേവലം ഒരു ഗ്രാമപഞ്ചായത്തിലോ നഗരസഭയിലോ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനകൾ കൂടിയാണ്. 1995 മുതലുള്ള ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ 2025 തദ്ദേശ ഫലം നിയമസഭാ കവാടം ആർക്ക് മുന്നിലാണ് തുറക്കുക എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കും. രാഷ്ട്രീയ വടവലികൾക്ക് മുന്നിൽ, അതുപോലെ 3 മുന്നണികൾക്ക് മാറ്റങ്ങളും അപ്പുറം ഇതെല്ലാം, അതായത് രാഷ്ട്രീയ വടംവലികൾക്കും അതുപോലെ മുന്നണി മാറ്റങ്ങൾക്കുമെല്ലാം അപ്പുറം ജനങ്ങളുടെ പൾസ് അറിയാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡാറ്റയോളം മികച്ച മറ്റൊരു മാർഗമില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇവിടെ മേൽക്കൈയുള്ളത്, മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്, വലിയ തരത്തിൽ വിജയം നേടിയിട്ടുള്ളത് UDF തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നടക്കുന്ന 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ വാതിലുകൾ ആർക്ക് വേണ്ടി തുറക്കുന്നു എന്ന് ചോദിച്ചാൽ, നിയമസഭയിലെ വാതിലുകൾ ആർക്കാണ് തുറന്നിടുക എന്ന് ചോദിച്ചാൽ അത് UDF മുന്നിലായിരിക്കും തുറക്കുക എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നിലവിലെ കണക്കുകളെല്ലാം കണക്ക് ചൂണ്ടുന്നാലേ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് തന്നെയാണ്. ഈ ഡാറ്റാധിഷ്ഠിത വിശകലനം ശരിയാവുകയാണെങ്കിൽ 2026 കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് സാക്ഷ്യം വഹിക്കും. വോട്ടർമാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ സംഭവിക്കുന്ന സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. വികസന പദ്ധതികൾ, ഭരണപരമായ അഴിമതി ആരോപണങ്ങൾ, അതുപോലെ അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ വിതരണം എന്നിവയെല്ലാം ജനങ്ങൾ ആദ്യം വിലയിരുത്തുന്നത് തദ്ദേശ തലത്തിൽ തന്നെയാണ്. കേരളം 2026 അടുക്കുമ്പോൾ 2025 ഈ ഡാറ്റകൾക്ക് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് വലിയ തോതിലുള്ള തകർച്ച നേരിട്ടാൽ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്നത് ചരിത്രപരമായ അസാധ്യമാണെന്ന് ഡാറ്റ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ പ്രകാരം UDF 75 മുതൽ 90 മുതൽ സീറ്റുകളും, LDF 50 മുതൽ 65 സീറ്റുകളും, NDAക്ക് 1 മുതൽ 5 വരെ സീറ്റുകളും ലഭിക്കാനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. 2001 അല്ലെങ്കിൽ 2016 പോലെ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷം വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. മറുവശത്ത് ഭരണ തുടർച്ച എന്ന അസാധ്യമായ നേട്ടം കൈവരിക്കാൻ LDF വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കേണ്ടി വരും. വരാനിരിക്കുന്ന മാസങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകളും പുതിയ വിവാദങ്ങളും ഈ കണക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായ ട്രെൻഡ് മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യതകളും. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഒരു പുനർചിന്തനത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനയാണ് എല്ലാ ഡാറ്റാ പോയിന്റുകളും നൽകുന്നത്. രാഷ്ട്രീയ വിശകലനങ്ങൾക്കെല്ലാം അപ്പുറം ജനം എന്ത് ചിന്തിക്കുന്നു എന്നുള്ള അന്തിമമായ സാക്ഷ്യപത്രമാകും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ചക്രത്തിൽ നിർണായകമാകുന്ന മറ്റൊരു ഘടകം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വാർത്താ
വിനിമയ രംഗത്തുണ്ടായ മാറ്റങ്ങൾ ജനങ്ങളുടെ തീരുമാനങ്ങളെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ ഡാറ്റാ ട്രെൻഡുകളെ മറികടക്കാൻ ഇത്തരം പുതിയ ഘടകങ്ങൾക്ക് എത്രത്തോളം കഴിയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. LDFന് കേഡർ സംവിധാനം കരുത്താണെങ്കിൽ UDFന് ജനകീയ അടിത്തറയാണ് പലപ്പോഴും ഗുണകരമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഭാഗങ്ങളും എങ്ങനെ ഏറ്റുമുട്ടുന്നതിനെ ആശ്രയിച്ചാണ് ഇതുവരെയും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ ഇതാ കേഡർ സംവിധാനമാണോ ജനകീയ അടിത്തറയാണോ ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജനകീയ അടിത്തറ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് UDFന്, കോൺഗ്രസിന്, മുസ്ലിം ലീഗിന്, അതുപോലെ UDF മുന്നണിയിലെ എല്ലാവർക്കും വലിയ തരത്തിലുള്ള വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ 2025 തദ്ദേശ ഫലം കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന രേഖയായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഓരോ വോട്ടും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ നിഗമനങ്ങളിലേക്ക് തന്നെ നമ്മെ എത്തിച്ചിട്ടുമുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വെറുമൊരു രാഷ്ട്രീയ മത്സരം മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ ദിശ നിർണ്ണയിക്കുന്ന ചരിത്ര സന്ധിയായി മാറുകയും ചെയ്യും. ഇതിൽ ഡാറ്റ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം അത് അവഗണിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയുമില്ല. ജനങ്ങളുടെ ഉപജീവന പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും തമ്മിലുള്ള വടംവലിയാണ് അടുത്ത കാലത്തായി കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഇവയെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടർമാർ കൂടുതൽ ബോധവാന്മാരാണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾക്കെല്ലാം അപ്പുറം പ്രായോഗികമായ മാറ്റങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. 2026 അധികാരത്തിൽ വരുന്നത് ഏത് മുന്നണിയായാലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ അവർക്ക് ഉൾക്കൊള്ളേണ്ടി വന്നേ പറ്റുകയുള്ളൂ. വോട്ടർമാരുടെ പൾസ് അറിയുന്നതിൽ പരാജയപ്പെടുന്ന പാർട്ടികൾക്ക് ചരിത്രപരമായ പതനം നേരിടേണ്ടി വരുമെന്ന് മുൻ വർഷങ്ങളിലെ ഡാറ്റകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതുമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഈ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കേവലം ഒരു മത്സരമല്ല എന്നും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ തിരക്കഥയാണെന്ന് കൂടി മുന്നണികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഡാറ്റാ പോയിന്റുകൾ എല്ലാം ഒരേപോലെ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റത്തിന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ കണക്കുകളെല്ലാം മുൻതൂക്കം നൽകുന്നതും. അങ്ങനെ നോക്കുമ്പോൾ വലിയ തരത്തിൽ ഇവിടെ UDF മുന്നിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല ഇവിടെ LDFും അതേ തരത്തിൽ വരുമ്പോഴും NDAയും വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2001 അതുപോലെ 2016 പോലെ തരംഗം ഉണ്ടാവണമെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഡാറ്റകൾ പ്രകാരം പറയുകയാണെങ്കിൽ UDFന് 75 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തർക്കിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് നടക്കാൻ പോകുന്നത്, ഇതാണ് യാഥാർത്ഥ്യമെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു, അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 75 മുതൽ 90 സീറ്റുകൾ വരെ ഉറപ്പായും നേടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, LDFന് 50 മുതൽ 65 സീറ്റുകൾ വരെ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ 50-ൽ താഴെ പോകാനും അല്ലെങ്കിൽ 50 മുതൽ 55-ൽ നിൽക്കാനുള്ള സാധ്യതയും ഏറെയാണ്. മറ്റൊന്ന്, NDAക്ക് അതായത് BJPക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് മങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ ഒരു സീറ്റെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ 2024 നിയമസഭാ കവാടം ആർക്ക് വേണ്ടി തുറക്കുമെന്ന് ചോദിച്ചാൽ അത് UDFന് വേണ്ടി വാതിലുകൾ ഒച്ചത്തിൽ തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2026 മുതൽ കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.